പക്ഷെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അഖീഖത്തിനെ സംബന്ധിച്ച്, ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ചും. ഉദ്ഹിയ്യത്ത് മുഅക്കദായ വളരെ പ്രബലമായ സുന്നത്താണ്, അഖീഖത്തും സുന്നത്താണ്. സംശയം ചോദിച്ചത്, ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോ അഖീഖത്തും നിയ്യത്ത് ചെയ്ത് രണ്ടും കൂടെ കിട്ടുമോ? അതിൽ ശാഫിഈ മദ്ഹബിലെ അയിമ്മത്തുകൾ മുഴുവനും അഭിപ്രായപ്പെട്ടത് ലാ യജൂസ്, അത് കഴിയില്ല എന്നാണ്. കാരണം ഇഹ്റാഖുദ്ദം, ഓരോന്നിനും ഇഹ്റാഖുദ്ദം മുസ്തഖില്ലാണ്, ഓരോന്നിനും അറുക്കണം എന്ന് നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകളാണ് ഉദ്ഹിയ്യത്തും അഖീഖത്തും. അപ്പൊ ഉദ്ഹിയ്യത്തും അഖീഖത്തും ഒരു മൃഗം കൊണ്ട് സാധ്യമല്ല. ഉദ്ഹിയ്യത്ത് ഒന്നുകിൽ ഉദ്ഹിയ്യത്ത് അറക്കുക, അല്ലെങ്കിൽ അഖീഖത്ത് അറക്കുക. അഖീഖത്ത് ഏത് മനുഷ്യനും അറക്കാൻ പറ്റും. അത് ഇസ്ലാമിന്റെ മുമ്പേ നിലവിലുള്ള ഒരു ചര്യയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി നിശ്ചയിച്ചതാണ്. അന്ന് അഖീഖത്ത് ഏത് പ്രസവിച്ച കുട്ടിക്കും അഖീഖത്ത് അറക്കും. അഖീഖത്ത് അറുത്തു കഴിഞ്ഞാൽ ആ അഖീഖത്തിന്റെ ആ മൃഗത്തിന്റെ ബ്ലഡ് കൊണ്ടുവന്നിട്ട് ഈ ജനിച്ച കുട്ടിന്റെ തലയിൽ അങ്ങ് പൊത്താറാ പതിവ്. അത് നിർത്തി. മഹാനായ അബൂ ബുർദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ആ വിഷയത്തിലുണ്ട്. തങ്ങൾ അത് പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ അതിന്റെ മാംസം ഭക്ഷിപ്പിക്കുകയും കുഞ്ഞിന്റെ മുടിയെടുക്കുകയും ആ കുഞ്ഞിനെ നിങ്ങൾ നാമകരണം ചെയ്യുക എന്ന് ഇസ്ലാമിന്റെ ശരീഅത്ത് വന്നു. 7ന്റെ അന്നാണ് അഖീഖത്ത് സുന്നത്ത്. ലിസാബിഇൻ, പ്രസവിച്ച് 7ാം നാളിൽ. അത് കുട്ടി എവിടെയാണോ ഉള്ളത് അവിടെയാണ് അഖീഖത്ത്. ഉദ്ഹിയ്യത്തല്ല നമ്മൾ പറയണത്, അഖീഖത്ത്. 7 കഴിഞ്ഞാൽ പിന്നെ